ഹായ് ഗൈസ്, എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ടാണ് ഞാനിതിൽ 1 മാർക്കും അതിൻ്റെ ഉത്തരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ബ്ലോക്ക് 1-ലെ 4 യൂണിറ്റിലെയും 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. അടുത്ത ബ്ലോക്കിലത് ഒക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇടുക. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക, അതെടുത്ത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ ഞായറാഴ്ചയാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ കൂടുതൽ ലേഖടിപ്പിക്കുന്നില്ല. ആദ്യത്തെ യൂണിറ്റ് ഹ്യൂമൻ ഏജൻസി ആൻഡ് എൻവിറോൺമെൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ആകെ 2 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നോക്കിയാൽ മതിയാവും. പേജ് നമ്പർ 8-ലെ സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ വിച്ച് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ഹൈലൈറ്റ് ദ ഹ്യൂമൻ കപ്പാസിറ്റി ടു ബ്രിങ് എൻവിറോൺമെൻറ്റൽ ചേഞ്ച്. അതിൻ്റെ ഉത്തരം ഹ്യൂമൻ ഏജൻസി. വിച്ച് എക്കണോമിക് സിസ്റ്റം പ്രയോറിറ്റൈസസ് പ്രോഫിറ്റ് ഓവർ എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അതിൻ്റെ ഉത്തരം ക്യാപിറ്റലിസം. പിന്നെ 2 മാർക്കിന് ഹ്യൂമൻ ഏജൻസി എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും നോക്കണേ. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ എൻവിറോൺമെൻറ്റ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ എൻവിറോൺമെൻറ്റൽ സോഷ്യോളജി എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് ജോൺ ഹന്നിഗൻ ആണ്. പിന്നെ ആന്ത്രോപോസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഏജ് വെൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഹാവ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ ദ എർത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ്. പിന്നെ ഇതിൽ തന്നെ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ട് ക്ലോസ് ക്വാബ് ആണ്. പിന്നെ ഇതിൽ തന്നെ ബ്ലാക്ക് സൺഡേ ഓഫ് 1935 ഈ ഡസ്റ്റ് ബോൾ ഒന്ന് ഓർത്ത് വെക്കണം. അടുത്തതാണ് മീനമാത ഡിസീസിൻ്റെ പ്രൈമറി കോസ് എന്താണ് എന്നുള്ളത്. അത് മെർക്കുറി പോയ്സണിങ് ആണ്. പിന്നെ അടുത്ത പേജിലാണ് ഒക്യുപ്പേഷണൽ ഡിസീസിൻ്റെ കോസ് പറയുന്നത് വർക്ക് പ്ലേസ് എക്സ്പോഷറാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളും അതിൽ എഴുതിയാൽ നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഇത് നിങ്ങൾ എന്തായാലും വായിച്ചിട്ടേ പോവാവും. പിന്നെ ഇതിൽ ഈ വർഷങ്ങൾ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ വർഷങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ചോദിക്കും, പിന്നെ ഓപ്ഷൻസ് ഉണ്ടാകുമല്ലോ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പഠിച്ചില്ലെങ്കിലും മറ്റേ ചാപ്റ്ററുകളുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതിയാവും. പിന്നെ അടുത്തതാണ് മാൻ ആൻഡ് നേച്ചർ ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജോർജ് പെർക്കിൻസ് മാഷാണ്. ഏത് വർഷം? 1864. പിന്നെ ചോദിച്ചത് കണ്ടത് UNFCCC. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഈ പേജിൽ കുറച്ച് നോക്കാനുണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് റിസ്ക് സൊസൈറ്റി വാസ് ഡെവലപ്ഡ് by German sociologist Ulrich Beck in 1986 in his first book published in English in 1992 with the title Risk Society Towards a New Modernity. അപ്പം റിസ്ക് സൊസൈറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഉൾറിക് ബെക്കാണ്. ഏത് വർഷം? 1986. അത് ഏത് ബുക്കിലാണ്? റിസ്ക് സൊസൈറ്റി ടുവേർഡ്സ് എ ന്യൂ മോഡേണിറ്റി എന്ന ബുക്കിലാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ദ ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറി. അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് അലൻ സ്നേബർഗ് ആണ്. പിന്നെ EMT എന്ന് കണ്ടോ, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത പേജ് തന്നെ ദ ട്രാജഡി ഓഫ് ദ കോമൺസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗാരറ്റ് ഹാർഡിനാണ്. പിന്നെ യൂണിറ്റ് 3-ൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ ദ കൺസെപ്റ്റ് ഓഫ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് വാസ് ലെഡ് ബൈ ഇമ്മാനുവൽ കാന്റ്, ജോൺ ലോക്ക് ആൻഡ് ജീൻ ജാക്കസ് റൂസോ. അപ്പോൾ ഈ 3 പേരാണ് ഈ ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ലെഡ് ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ലെഡ് ചെയ്തതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പേജ് നമ്പർ 32-ൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ക്ലാസ് കോൺഫ്ലിക്റ്റ്, അലിനേഷൻസ് ആൻഡ് ക്യാപിറ്റലിസം. ഇതൊക്കെ ആരാണ് അതൊക്കെ ആരുടെ കൺസെപ്റ്റാണ് എന്ന് ചോദിക്കും. എന്നപ്പോൾ നമ്മൾ കാൾ മാർക്സ് എന്ന് എഴുതണം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്സ് ആണ്. പിന്നെ അടുത്തത് സോഷ്യൽ ഫാക്ട്, സോഷ്യൽ സോളിഡാരിറ്റി, അനോമി ആൻഡ് ഫങ്ഷണലിസം. ഇതൊക്കെ എമിലി ദുർക്കെയിമിൻ്റെ കൺസെപ്റ്റാണ്. ഇത് ആരുടെ കൺസെപ്റ്റാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എമിലി ദുർക്കെയിം എന്ന് എഴുതണം. പിന്നെ അയൺ കേജ് എന്നത് ആരുടേതാണെന്ന് ചോദിച്ചാൽ മാക്സ് വെബർ. പിന്നെ വർക്ക് എക്കണോമി ആൻഡ് സൊസൈറ്റി, അത് ആരുടെ വർക്കാണെന്ന് ചോദിച്ചാൽ മാക്സ് വെബർ. ഇത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ആരുടേതാണെന്ന് ചോദിക്കും. അത് മാക്സ് വെബറാണ്. അതെന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വേണം. അതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടെടുത്ത പേപ്പറുകളിലൊക്കെ ആ ക്വസ്റ്റ്യൻ ഉണ്ട്.
പിന്നെ ഈ പേജിൽ ജൂഡിത്ത് ബട്ട്ലറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം മെയിനായിട്ട് മുന്നോട്ട് LGBTQൻ്റെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ ആണ്, G എന്ന് പറഞ്ഞാൽ ഗേ ആണ്, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ്, ഇൻ്റർസെക്സ്, അസെക്ഷൽ. ഇത് ഞാൻ പറയാൻ കാരണം LGBTQI എക്സ്പാൻഡ് ചെയ്യാൻ പറയും. ഈ ഒരു ഇത് തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളിത് എഴുതണം. പിന്നെ ജെൻഡർ പെർഫോമാറ്റിവിറ്റി എന്ന് പറയുന്നത് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ജൂഡിത്ത് ബട്ട്ലറാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സെമിനൽ വർക്കായ ജെൻഡർ ട്രബിൾ 1990 ജെൻഡർ ട്രബിളിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യൂർ തിയറി ആരുടെയെന്ന് ചോദിച്ചാൽ അത് ജൂഡിത്ത് ബട്ട്ലർ. പിന്നെ ഈ പേജിൽ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫിക്കൽ മെറ്റീരിയലിസം ആരുടെ തിയറിയാണെന്ന് ചോദിച്ചാൽ ഡേവിഡ് ഹാവി. പിന്നെ സ്പേഷ്യൽ ജസ്റ്റിസ് ആരാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാലും നമ്മൾ ഡേവിഡ് ഹാവിൻ തന്നെയാണ് പറയേണ്ടത്. പിന്നെ ക്യാപിറ്റൽ അക്യുമുലേഷൻ, അർബനൈസേഷൻ ആൻഡ് ദ ക്രൈസിസ് ഓഫ് ക്യാപിറ്റലിസം, ഇതും ഹാവിയാണ്. ഇതൊക്കെ ഹാവിയുടെ കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1-ൽ ഈ ഒരു 4 യൂണിറ്റിലായിട്ട് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതിലപ്പുറം ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പം അടുത്ത ബ്ലോക്കിലെ ഇതുപോലെ തന്നെ 1 മാർക്കിന് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴാണോ ഇടുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അന്നപ്പം തന്നെ നിങ്ങൾക്ക് അത് കണ്ട് റിപ്പീറ്റ് അടിച്ച് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക.